അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽറാസ് മീഡിയ യൂട്യൂബ് ചാനലിന്റെ റമളാൻ മാസത്തിലെ രണ്ടാമത്തെ ജുമുഅയുടെ നുബാത്തിയ ഖുതുബ ആശയ വിവർത്തന സന്ദേശത്തിലേക്ക് സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് AR പാറയിൽ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളുടെ വസന്തകാലമായ പരിശുദ്ധ റമളാൻ അതിന്റെ പവിത്രമായ ദിനങ്ങളിലൂടെ കടന്നുപോവുകയാണ്. ആത്മസംസ്കരണത്തിന്റെ ആദ്യത്തെ 10 പിന്നിട്ട് രണ്ടാമത്തെ 10 ദിനങ്ങളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സ്വർഗീയ അനുഭൂതികളാൽ പ്രകാശിപ്പിക്കേണ്ടതുണ്ട്. ഐഹികമായ ആഡംബരങ്ങൾക്കും താൽക്കാലികമായ ആസ്വാദനങ്ങൾക്കുമപ്പുറം അള്ളാഹുവിന്റെ പൊരുത്തവും സ്വർഗീയ സൗഭാഗ്യങ്ങളും ലക്ഷ്യം വെക്കുന്ന വിശ്വാസികൾക്കായി അള്ളാഹു ഒരുക്കിവെച്ചിരിക്കുന്നത് വർണ്ണനാതീതമായ പ്രതിഫലങ്ങളുടെ പറുദീസയായ സ്വർഗപ്പൂന്തോപ്പാണ്. സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെക്കുറിച്ചും പുണ്യാത്മാക്കളായ മുൻഗാമികൾ ആ പദവികൾ നേടിയെടുത്ത വഴികളെക്കുറിച്ചും ഓർമ്മിപ്പിക്കുന്ന ഹൃദയസ്പർശിയായ നുബാത്തിയ ഖുതുബയാണിത്. നമ്മുടെ കർമ്മങ്ങൾ കുറഞ്ഞു പോവുകയും പാപങ്ങൾ ഏറിവരികയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനങ്ങൾ നമ്മുടെ കൽബുകളെ തൊട്ടുണർത്താൻ പ്രചോദനമാകട്ടെ. റമളാൻ മാസത്തിലെ ഈ രണ്ടാമത്തെ ജുമുഅയിൽ പരലോകത്തെക്കുറിച്ചുള്ള ചിന്തകളാൽ നമുക്ക് നമ്മുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് കാണിച്ചു തന്ന ആ സ്വർഗീയ പാതയിലൂടെ സഞ്ചരിക്കാൻ ഈ വചനങ്ങൾ നമുക്ക് പ്രേരണയാകട്ടെ. നമുക്ക് നുബാത്തിയ ഖുതുബയുടെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു. അവൻ തന്റെ ദാസന്മാരിൽ നിന്നും പരിശുദ്ധരായവരെ സവിശേഷമായി തിരഞ്ഞെടുക്കുന്നു. താൻ തിരഞ്ഞെടുത്തവർക്ക് ലക്ഷ്യപ്രാപ്തിയിലെത്താൻ തൗഫീഖ് നൽകുന്നവനും തന്റെ നേർവഴിയിലൂടെ അവരെ നയിച്ച് കരുത്തേകുന്നവനുമാണവൻ. ലോകത്തിന്റെ നാനാദിക്കുകളിലും തന്റെ പ്രത്യേക സംരക്ഷണത്തിന്റെ തിരശീല കൊണ്ട് അവരെ അവൻ കാത്തുരക്ഷിക്കുന്നു. സ്തുതിക്കപ്പെടാൻ അർഹനായ ആ നാഥനെ സ്തുതിക്കാൻ എനിക്ക് കരുത്തു നൽകിയതിന്റെ പേരിൽ ഞാൻ സ്തുതിക്കുന്നു. അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ലെന്നും അവൻ ഏകനും പങ്കുകാരില്ലാത്തവനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അവന്റെ സാമീപ്യം സിദ്ധിക്കാനുള്ള സ്തുതിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദാസനും ദൂതനുമാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സത്യനിഷേധത്തിന്റെ കാർമേഘങ്ങളിൽ നിന്ന് അവിശ്വാസത്തിന്റെ മിന്നൽ പിണരുകൾ വിനാശം വിതച്ച കാലത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ചത്. കവികൾ തങ്ങളുടെ വാക്കുകളാൽ അത്ഭുതങ്ങൾ തീർക്കുകയും യഖീനിന്റെ സൂര്യനെ അജ്ഞതയുടെ പുകമറ മൂടുകയും ചെയ്ത ഇരുണ്ട കാലമായിരുന്നു അത്. വ്യക്തമായ സത്യം നിലനിൽക്കെ തന്നെ വിഗ്രഹപൂജകൾ അരങ്ങുവാണ കാലവുമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ തെളിനീരാൽ കുഫ്റിന്റെ അഗ്നിയെ കെടുത്തിക്കളഞ്ഞു. വിശുദ്ധ ഖുർആനാകുന്ന ഔഷധത്താൽ അവിശ്വാസത്തിന്റെ രോഗങ്ങളെ മാറ്റിയെടുത്തു. ഇസ്ലാമിക പ്രഭയാൽ ഇരുട്ടിനെ അകറ്റി ലോകത്തെ പ്രകാശപൂരിതമാക്കി. അത്യുന്നതനും ആദരണീയനുമായ അള്ളാഹുവിന്റെ അപാരമായ കരുത്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിഗ്രഹ ആരാധകരെ അതിജയിച്ചു. ഒടുവിൽ ഈമാനിന്റെ പുഷ്കരിണി സംസ്കരിക്കപ്പെടുകയും അത് അതിവിശിഷ്ടമായി തീരുകയും ചെയ്തു. കളവിന്റെയും കാപട്യത്തിന്റെയും നക്ഷത്രങ്ങൾ അസ്തമിച്ചു. പിശാചിന്റെ ആരാധകർ കടുത്ത പരാജയത്തിലേക്കും നഷ്ടത്തിലേക്കും നിപതിച്ചു. അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങിയവർ യഥാർത്ഥ വിജയികളായി മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും കുടുംബാംഗങ്ങൾക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ. അത്യധികം പ്രതിഫലം ലഭിക്കുന്നതും അള്ളാഹുവിന്റെ സാമീപ്യം കരഗതമാക്കി അവന്റെ തൊട്ടടുത്ത് ആദരണീയ പദവികൾ നേടിക്കൊടുക്കുന്നതുമായ അനുഗ്രഹങ്ങൾ അവർക്കുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൽ തഖ്വയുള്ളവരാവുക. അള്ളാഹുവിന്റെ പൊരുത്തം നേടിയെടുക്കാനുള്ള സുദൃഢമായ പാശമാണ് തഖ്വ. അവന്റെ പ്രീതിയാകട്ടെ സൽക്കർമ്മങ്ങളിലൂടെ നാം നേടിയെടുക്കേണ്ട പരമലക്ഷ്യവുമാണ്. കർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ടായിട്ടും പലപ്പോഴും വ്യാമോഹങ്ങൾ നമ്മെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നു. അശ്രദ്ധയുടെ മൈതാനങ്ങളിൽ ഓടുന്ന വാഹനമാണ് വ്യാമോഹം. താൽക്കാലികമായ രുചികരമായ ആസ്വാദനങ്ങൾ ആയുസിന്റെ അന്ത്യത്തോടെ തകർക്കപ്പെടും. മരണം അപ്രതീക്ഷിതമായിരിക്കും. അതിനെ തടുക്കാൻ ഒരു തന്ത്രത്തിനും സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർമ്മങ്ങളുടെ കടിഞ്ഞാൺ അയച്ചുവിട്ട് ഈ പരിശുദ്ധ റമളാനിൽ നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ മത്സരിച്ച് മുന്നേറുക. ബാക്കിയുള്ള ആയുസ് പരലോക വിജയത്തിന്റെ പാതകളിൽ ചിലവഴിക്കുക. വലിയ ഭാരം ചുമക്കുന്ന ഒരാൾ തന്റെ ലക്ഷ്യസ്ഥാനത്തെക്കുറിച്ച് ജാഗ്രതയുള്ളവനാകുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുക. അബ്ദാലുകളായ പുണ്യാത്മാക്കൾ സൂക്ഷിച്ചു വെക്കുന്ന പുണ്യങ്ങളുടെ ഖജനാവായ റമളാനിൽ നിങ്ങളും സൽക്കർമ്മങ്ങൾ നിക്ഷേപിക്കുക. ഭയഭക്തി എന്ന ചാട്ടവാറാൽ പുണ്യാത്മാക്കൾ തങ്ങളുടെ ദേഹേച്ഛകളെ നിയന്ത്രിച്ച് നഫ്സിനെ അവരുടെ വരുതിയിലാക്കി. ഐഹിക ദാരിദ്ര്യത്തെ അതിജീവിച്ചുകൊണ്ട് അവർ അതിമോഹങ്ങളെ ഇല്ലാതാക്കി. മഹ്ശറ എന്ന വിചാരണാ ദിനത്തെ ഓർത്തുകൊണ്ട് അവർ തന്നിഷ്ടങ്ങളെ അടിച്ചമർത്തി. അള്ളാഹുവിനോടുള്ള പ്രണയത്തിന്റെ മാധുര്യം അവർ മതിവരുവോളം നുകർന്നു. ഉന്നതമായ ലക്ഷ്യബോധം അവരെ നീച സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധീകരിച്ചു. ദിവ്യവചനങ്ങൾ അവരെ അള്ളാഹുവുമായുള്ള കരാർ പാലിക്കാനുണർത്തി. മനക്കരുത്തിന്റെ വാഹനങ്ങളിൽ അവർ യാത്ര തിരിച്ചു. അന്ധകാരത്തിനിടയിലും നേരായ വഴിയിലൂടെ അവർ മുന്നേറി. ഒടുവിൽ ആ യാത്ര ചെന്നു നിന്നത് ദിവ്യജ്ഞാനത്തിന്റെ പൂന്തോട്ടങ്ങളിലാണ്. അവരവിടെ വിശ്രമിക്കുകയും ആത്മീയ പർദീസയിൽ സുഹൃതങ്ങളുടെ പൂക്കളിൽ നിന്നുള്ള സുഗന്ധമേറ്റ് ആനന്ദിക്കുകയും ചെയ്തു. അള്ളാഹുവിലുള്ള ഭയത്താൽ ആ പുണ്യാത്മാക്കളുടെ ഹൃദയമിടിപ്പ് ഒരു പെരുമ്പറ പോലെ നിങ്ങൾക്ക് കേൾക്കാം.
ദിവ്യപ്രേമത്താൽ അവരുടെ ഉള്ളിൽ നിന്നും നെടുവീർപ്പുകളും തേങ്ങലുകളും ഉയരുന്നു. ദുനിയാവിൽ അവർ തങ്ങൾക്കായി തെരഞ്ഞെടുത്ത വിഹിതം അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള ദിക്റായിരുന്നു. അല്ലാഹുവിനെയല്ലാതെ മറ്റൊരു ഭിഷഗ്വരനെ അവർ തങ്ങളുടെ രോഗശമനത്തിന് കണ്ടില്ല. മൂർച്ചയുള്ള ഉൾക്കാഴ്ചയോടെ അവർ വരാനിരിക്കുന്ന ഭാവിയെ ദർശിച്ചു. ഉജ്ജ്വലമായ ചിന്തകളാൽ അവർ ഇരുട്ടിനെ പിളർന്നു. മൃദുവായ കിടക്കകളെ ഉപേക്ഷിച്ച് അവർ ഇബാദത്തിനായി എഴുന്നേറ്റു. ശക്തമായി ഒഴുകുന്ന കണ്ണുനീർ കണങ്ങളാൽ അവർ തങ്ങളുടെ പാപങ്ങളെ കഴുകി വൃത്തിയാക്കി. കഠിനമായ ക്ഷമയെന്ന ചരടുകൊണ്ട് അവർ കൽവുകളെ പിടിച്ചുകെട്ടി. അവർ തങ്ങളുടെ അമൂല്യമായ ആത്മാക്കളാൽ പ്രേമഭാജനമായി അള്ളാഹുവിനെ തെരഞ്ഞെടുത്തു. രഹസ്യവും പരസ്യവും അറിയുന്ന പ്രേമഭാജനത്തോടുള്ള സംസർഗത്തെ അവർ അന്യൂനമാക്കി. അതുകൊണ്ടുതന്നെ അള്ളാഹു അവർക്ക് കൺകുളിർക്കുന്ന ശാശ്വതമായ പ്രതിഫലങ്ങൾ നൽകി. ഈ മഹത്തായ അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിക്കുകയും കറാമത്തിന്റെ അത്ഭുതസിദ്ധിയുടെ കിരീടം അവരെ അണിയിക്കുകയും ചെയ്തു. സ്വർഗത്തോപ്പുകളിൽ സ്വർഗീയ സുന്ദരികളെ അവർക്ക് ഇണകളാക്കി കൊടുത്തു. എത്ര മനോഹരമായ ഭവനം! സനാതനമായ ഇടം! വീഴലുകളാലോ തെന്നലുകളാലോ അപായങ്ങളോ ഇല്ലാത്ത നിർഭയ കേന്ദ്രം. പ്രകാശപ്രഭയിൽ അലങ്കൃതമായതും പഴവർഗ്ഗങ്ങൾ കൈപ്പടങ്ങളിൽ തലോടി തൂങ്ങി നിൽക്കുന്നതുമായ സ്വർഗം. ഒരു മാറ്റവും സംഭവിക്കാത്ത വിധം പരിശുദ്ധരായവർക്കായി ഒരുക്കപ്പെട്ട സങ്കേതം. അവിടെ ആ പുണ്യാത്മാക്കൾ അള്ളാഹുവിൻ്റെ സാമീപ്യത്താൽ പരമാനന്ദം കൊള്ളുന്നു. ജീവിത പരീക്ഷണങ്ങൾക്ക് പിന്നിലെ ഗൂഢമായ രഹസ്യങ്ങളും യാഥാർത്ഥ്യങ്ങളും അവർക്ക് ബോധ്യപ്പെട്ടു. രക്തസാക്ഷികൾക്കും പുണ്യാത്മാക്കൾക്കുമായി അള്ളാഹു ഒരുക്കിവെച്ച ഉന്നതമായ പദവികൾ തങ്ങൾക്കും ലഭിക്കത്തക്ക രീതിയിൽ അവർ തങ്ങളുടെ ജീവിതം ക്രമീകരിച്ചിരുന്നു. ഉത്കൃഷ്ടരായ വിശ്വാസികൾ വിജയം വരിച്ചിരിക്കുന്നു എന്ന് സ്വർഗം അവരെ വിളിച്ചറിയിക്കും. വാനലോകത്തെ മലക്കുകൾ സ്വർഗത്തിന്റെ സകല കവാടങ്ങളിലൂടെയും അവരുടെ അടുത്തേക്ക് കടന്നുവരും. എന്നിട്ടവർ പറയും, നിങ്ങൾ ക്ഷമ അവലംബിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സലാം, നിങ്ങളിൽ രക്ഷയുണ്ടാവട്ടെ. എത്ര മനോഹരമാണ് ഈ ശാശ്വത ഭവനം! ആ പുണ്യാത്മാക്കൾ സഞ്ചരിച്ച അതേ പാതയിലൂടെ നിങ്ങളും സഞ്ചരിക്കുക. ആ ശാശ്വത ഭവനം തങ്ങളുടെ വിശ്രമ സങ്കേതമാക്കിയവർ ഒരുക്കിയതുപോലെ ഒരു സുഹൃതം നിങ്ങളും ഒരുക്കി വയ്ക്കുക. നാം ദുനിയാവിൽ പടുത്തുയർത്തിയ കെട്ടിടങ്ങളെയും സൗധങ്ങളെയും തകർച്ചയുടെ നിഴൽ വന്ന് മൂടുന്നതിന് മുമ്പേ നിങ്ങൾ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക. തെളിനീർ ചെളിവെള്ളമായി മാറുന്നതിന് കാത്തു നിൽക്കാതെ പ്രതീക്ഷകൾ അറ്റുപോയി വീടുകൾ മണ്ണിൽ അമരുന്നതിന് മുമ്പ് നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങൾക്കിഷ്ടപ്പെട്ട സാധനം നശിച്ചു പോകുന്നതിന് മുമ്പ്, കണ്ണുനീർ പുഴയായി ഉത്ഭവിക്കുന്നതിന് വഴിവെക്കാതെ, ഉദയാസ്തമയം മാറാൻ കാത്തു നിൽക്കാതെ, ആകാശഭൂമിയിലുള്ള സകലതിനെയും നാശം സമഗ്രമായി കീഴടക്കും മുമ്പ് നിങ്ങൾ പുണ്യാത്മാക്കളുടെ സ്വർഗസങ്കേതത്തിന് തുല്യമായ സങ്കേതം ഒരുക്കുവാൻ അധ്വാനിക്കുവീൻ. വയോധികൻ തൻ്റെ നരച്ച മുടിയെക്കുറിച്ചും യുവാവ് തൻ്റെ നഷ്ടപ്പെട്ട അഭിമാനത്തെക്കുറിച്ചും ഖേദത്തോടെ ഓർക്കുന്ന സൗന്ദര്യത്തെക്കുറിച്ചും കുട്ടി തൻ്റെ മാതാവിനെക്കുറിച്ചും തന്നിൽ പ്രകടമായ ദുഷ്ടതയിലും ദേഹേച്ഛയ്ക്ക് കൗശലങ്ങൾ മെനഞ്ഞതിൽ വിലപിക്കുന്ന ആ ഭയാനകമായ ദിനത്തിനു മുമ്പ് രക്ഷ കണ്ടെത്തുക. സത്യമായും ഖിയാമത്ത് നാളിലെ ഭീകരത അവരെ പിടികൂടിയിരിക്കുന്നു. ഭയം കൊണ്ട് വിറങ്ങൊലിക്കുന്ന നാൾ. ഖേദത്താൽ അവരുടെ നാവുകൾ സീലുകളാൽ സ്തംഭിച്ചുപോയി. ചെയ്തുകൂട്ടിയ കർമ്മങ്ങളോർത്ത് അവർ തലതാഴ്ത്തി കീഴ്മേൽ മറിഞ്ഞുപോകുന്ന അനുഭവത്തിൽ നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അന്ന് തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നില്ലെങ്കിൽ എന്ന് അവർ കൊതിച്ചു പോകുന്ന സന്ദർഭം. അള്ളാഹു താൻ തിരഞ്ഞെടുത്ത പുണ്യാത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ. അവന്റെ പവിത്ര സ്വർഗഗേഹത്തിലെ സുഖാസ്വാദനങ്ങൾ അനുഭവിക്കുന്നവരിൽ നമ്മെയും ഉൾപ്പെടുത്തട്ടെ. ഏറ്റവുമധികം പ്രയോജനപ്രദമായ മുന്നറിയിപ്പുകൾ, ഉപദേശങ്ങൾ, തെളിവുകൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. മുൻമാതൃകയില്ലാതെ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ അരുളുന്നു, മുത്തക്കിങ്ങളെ, തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചു വന്നവരെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടും. തുറന്നുവെച്ച സ്വർഗകവാടത്തിന് സമീപം ചെല്ലുമ്പോൾ അതിൻ്റെ കാവൽക്കാർ ആശംസകൾ അറിയിക്കും. നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾ പരിശുദ്ധരാണ്, അതിനാൽ ശാശ്വതവാസികളായി നിങ്ങളതിൽ പ്രവേശിച്ചുകൊള്ളുക. പരിശുദ്ധമായ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു എനിക്കും നിങ്ങൾക്കും അനുഗ്രഹം ചൊരിയട്ടെ. ഖുർആനിലെ പരിശുദ്ധ വചനങ്ങൾ കൊണ്ടും തത്വപൂർണമായ ദിക്റുകൾ കൊണ്ടും അള്ളാഹു നമുക്ക് ഉപകാരം പ്രദാനം ചെയ്യട്ടെ. ശപിക്കപ്പെട്ട പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും അള്ളാഹു തന്റെ അപാരമായ കാരുണ്യത്താൽ നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ ആത്മാവിനോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുന്നു, അള്ളാഹു കൽപ്പിച്ചതുപോലെ അവനെ പരിപൂർണമായി അനുസരിക്കാനും അവന് കീഴ്പ്പെട്ട് ജീവിക്കാനും നാം തയ്യാറാകണം. അള്ളാഹു വിരോധിച്ച മ്ലേച്ഛമായ പാപങ്ങളിൽ നിന്നും ധിക്കാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ എന്നോടും നിങ്ങളോടും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അള്ളാഹുവിനെ നാം ഒരു കാലത്തും ധിക്കരിക്കാൻ പാടുള്ളതല്ല. എനിക്കും നിങ്ങൾക്കുമായി അള്ളാഹുവിൻ്റെ പക്കലുള്ള മഹത്തായ പ്രതിഫലങ്ങളെ ഞാൻ ആശിക്കുന്നു. ആ പ്രതിഫലങ്ങൾക്കായി നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. എനിക്കും നിങ്ങൾക്കും സകല മുസ്ലിംകൾക്കും മുഅ്മിനീങ്ങൾക്കും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിനും മാപ്പിനും അപേക്ഷിക്കുന്നു. നിങ്ങളും അവനോട് മനമുരുകി ദുആ ചെയ്യുവീൻ. നിശ്ചയമായും അവൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാവാരിധിയുമാകുന്നു. സ്തുതികളെല്ലാം അത്യുദാരനും ഏക ആരാധ്യനുമായ അള്ളാഹുവിനാണ്. പരമകാരുണ്യവാനായ അള്ളാഹു മാത്രമാണ് യഥാർത്ഥ ആരാധ്യനെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സർവ്വ സൃഷ്ടികളിലും വെച്ച് അതിശ്രേഷ്ഠൻ,
അള്ളാഹുവിൻ്റെ സന്ദേശവാഹകനും പ്രിയദാസനുമായ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയാകുന്നു എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. സുജൂദിലായി മലക്കുകൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലമത്രയും നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അവിടുത്തെ പരിശുദ്ധ കുടുംബത്തിൻ്റെയും മേൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദാസന്മാരെ, നിങ്ങളോട് ഞാൻ അള്ളാഹുവിലുള്ള തഖ്വ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു നിർബന്ധമാക്കിയ ഫർളായ കർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ നിങ്ങൾ അതീവ ജാഗ്രത പുലർത്തുക. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഒരു മഹത്തായ കൽപ്പന പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ ആദ്യമായി അവൻ തന്നെക്കുറിച്ചും രണ്ടാമതായി അവൻ്റെ പരിശുദ്ധി വാഴ്ത്തുന്ന മലക്കുകളെക്കുറിച്ചും പരാമർശിച്ചു. തുടർന്ന് സകല വിശ്വാസികളെയും അഭിസംബോധനം ചെയ്തുകൊണ്ട് അള്ളാഹു ഇപ്രകാരം അരുളി: നിശ്ചയമായും അള്ളാഹുവും അവൻ്റെ മലക്കുകളും നബിയുടെ മേൽ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതിനാൽ സത്യവിശ്വാസികളെ, നിങ്ങളും നബിയുടെ മേൽ സ്വലാത്തും സലാമും ധാരാളമായി ചൊല്ലുവിൻ. അള്ളാഹുവേ, നിന്റെ തിരുദൂതരും ഞങ്ങളുടെ നേതാവുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നീ അനുഗ്രഹിക്കണമേ. അവിടുത്തെ തൃക്കൈയിലിരുന്ന ചരൽക്കല്ലുകൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് ചൊല്ലുകയും ആ പവിത്രമായ വിരലുകൾക്കിടയിൽ നിന്ന് പരിശുദ്ധ തീർത്ഥജലം ഉറവ പൊട്ടിയൊഴുകുകയും ചെയ്ത അത്ഭുതങ്ങൾ നാം അനുസ്മരിക്കുന്നു. അള്ളാഹുവേ, സച്ചരിതരായ ഖലീഫമാരിൽ പ്രമുഖരും കനിവിൻ്റെ നേതാവും വിശ്വാസികളുടെ അമീറുമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നീ പ്രീതിപ്പെടുമാറാകണമേ. സ്വഹാബികളിലെ അതിശ്രേഷ്ഠരും നീതിമാനായ ഭരണാധികാരിയുമായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നീ തൃപ്തിയടയണമേ. അത്യുദാരനും മണവാളന്മാരുടെ നേതാവുമായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൽ നിന്റെ കാരുണ്യം വർഷിക്കണമേ. വിജ്ഞാനത്തിൻ്റെ കവാടവും അത്ഭുതകരമായ ധീരതയുടെ ഉടമയുമായ അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ നീ സംതൃപ്തനാകണമേ. കൂടാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പിതൃവ്യന്മാരായ ഹംസ റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നിവരിലും മറ്റു മുഴുവൻ സ്വഹാബികളിലും നീ തൃപ്തിപ്പെടണമേ. അല്ലാഹുവേ, സത്യവിശ്വാസികളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ പാപമോചനം നൽകണമേ. മുസ്ലിംകളായ മുഴുവൻ സഹോദരങ്ങൾക്കും അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മൺമറഞ്ഞു പോയവർക്കും നീ പുറത്തു നൽകണമേ. നീ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനും ആവശ്യങ്ങൾ സഫലമാക്കുന്നവനുമാണല്ലോ. അവരുടെ ഖബറുകളെ നീ പ്രകാശപൂരിതമാക്കുകയും സ്വർഗത്തെ അവരുടെ നിത്യവാസ സ്ഥലമാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ നാഥ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ പ്രദാനം ചെയ്യണമേ. നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. അല്ലാഹുവേ, അങ്ങേയറ്റം ദുസ്സഹമായ ആ സങ്കേതത്തിലെ വിറകുകൊള്ളികളായി ഞങ്ങളെ മാറ്റരുതേ അല്ലാ. ഞങ്ങളുടെ ദേഹത്തെ അഗ്നിബാധയിൽ നിന്ന് നീ മോചിപ്പിക്കണമേ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങൾക്ക് മുൻപേ വിശ്വാസികളായി ജീവിച്ചുപോയ സഹോദരങ്ങൾക്കും നീ മാപ്പു നൽകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സത്യവിശ്വാസികളോട് യാതൊരുവിധ വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ അല്ലാ. നിശ്ചയമായും നീ ഏറെ ദയാലുവും കരുണാവാരിധിയുമാകുന്നു റബ്ബേ. സത്യം നിലനിർത്താനും നന്മ പ്രവർത്തിക്കാനും കുടുംബ ബന്ധങ്ങൾ ചേർക്കാനുമാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. നീചവൃത്തികളും തിന്മകളും അതിക്രമങ്ങളും അവൻ കർശനമായി വിലക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു പാഠം ഉൾക്കൊള്ളാനാണ് അവൻ നിങ്ങളെ ഉപദേശിക്കുന്നത്. അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയായ ദിക്ർ ഏറ്റവും മഹത്തരമായ കാര്യമാണ്. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നുണ്ട് എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ സദുദ്യമം ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഇഷ്ടാനുസരണം ലൈക്കുകളും അൺലൈക്കുകളും തിരഞ്ഞെടുക്കുക. അടുത്താഴ്ചയിലെ ജുമുഅയുടെ നുബാത്തിയ ഖുതുബയുടെ ആശയവിവർത്തന സന്ദേശം യഥാസമയം ലഭിക്കുന്നതിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.